ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം സ്കൂൾ ആൻഡ് പിയർ ഗ്രൂപ്പ്സ് എന്ന ഭാഗമാണ്. പാർട്ട് 14 ആണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള സിഗ്നിഫിക്കേഷൻ ഓഫ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് റോൾ ഓഫ് പാരൻസ് ആൻഡ് ഐഡന്റിഫിക്കേഷൻ വാല്യൂസ് ആൻഡ് പാരൻസ് ഇൻവോൾവ്. ഓക്കെ, പാരൻസ് എത്രമാത്രം ഇൻവോൾവ് ആണ്, അതിൽ ഏതൊക്കെ ഗ്രൂപ്പുകളിലൂടെയാണ്, പിയർ ഗ്രൂപ്പ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എങ്ങനെയൊക്കെയാണ് പാരൻസ് ഇൻവോൾവ് ചെയ്യുന്നത്, സിഗ്നിഫിക്കേഷൻ ഓഫ് ഐഡന്റിഫിക്കേഷനിലെ വ്യക്തികളെ തിരിച്ചറിയുന്നത്, റോൾ ഓഫ് പാരൻസ്. അത് കൂടുതൽ മിസ് പറയേണ്ട, നമ്മളിത് റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങൾ, വാല്യൂസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഒരു സൊസൈറ്റിയിലുള്ള ഓരോ ഇമോഷണൽ കാര്യങ്ങൾ, തിങ്കിങ്, നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കുറേ വില്ലേജ് ഓഫീസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്, ഇതെങ്ങനെയാണ് നമ്മളെ, അങ്ങനെ കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് ഇതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പിയർ റിലേഷൻഷിപ്പ് ആണ്. അത് പിയർ റിലേഷൻഷിപ്പ് പ്ലേ ഇൻ ഇമ്പോർട്ടൻറ്റ് ഫോർമേറ്റീവ് റോൾ ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചിൽഡ്രൻ, സ്കിൽസ് ഓഫ് ഇൻ ചിൽഡ്രൻ അല്ലേ. അതായത് ചിൽഡ്രൻസ് ലേൺ ടു റീഡയറക്റ്റ് ഓഫ് ഈഗോസെൻട്രിക് ഇൻട്രസ്റ്റ് ഇൻ ഇൻഫോ നെഗറ്റീവ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിയർ റിലേഷൻഷിപ്പ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സൊസൈറ്റി. സ്കൂൾ ആൻഡ് പിയർ ഗ്രൂപ്പാണ് നമ്മുടെ പോയിന്റ്. അതുകൊണ്ട് തന്നെ പിയർ ഗ്രൂപ്പ് എത്രത്തോളം സൊസൈറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. പിയർ റിലേഷൻഷിപ്പ് പ്ലേ ഇൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫോർമേറ്റീവ് ഇൻ അവർ സൊസൈറ്റി ആൻഡ് റോൾ ഓഫ് നൈബർഹുഡ്, അതും നമുക്ക് പഠിക്കാനുള്ളതാണ്. നെക്സ്റ്റ്, ത്രൂ ദ സിഗ്നിഫിക്കൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഹെൽപ്പിംഗ് ചിൽഡ്രൻ ഡെവലപ്പ് ആൻഡ് ഗുഡ് റീഡിംഗ് ഹാബിറ്റ്സ്. നെക്സ്റ്റ് പോയിന്റ്, then through modeling and by providing nurturing support and induction, behavioral value of development and quality of the home and environment and influence of social emotional experience നേരത്തെ നമ്മൾ പറഞ്ഞു. Then next, behavior and impact of value development and by helping children development and good reading habits. കുട്ടികളെ റീഡിങ് ഹാബിറ്റ് അല്ലേ, നമ്മൾ വായനാശീലം വളർത്തുന്നു. ഈ പിയർ ഗ്രൂപ്പ്സിലൊക്കെ വായനാശീലം, അതായത് ഇപ്പോഴൊന്നും ലൈബ്രറിയിൽ ഒന്നും പോകുന്നത് നമ്മൾ കാണാറില്ല. ലൈബ്രറിയിൽ പോയി വായിക്കുന്നു. ഇപ്പോൾ മൊബൈൽ ഫോണിൽ കാണുന്ന കഥകളൊന്നും കാണാം, വീഡിയോസ് കഥകൾ കാണുക എന്നല്ലാതെ ഇത് സോഷ്യൽ ആൻഡ് പിയർ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ, സിഗ്നിഫിക്കേഷൻ, അതായത് ഇതിൻ്റെയൊക്കെ വായനകളിൽ നിന്ന് കിട്ടുന്നത്, പിയർ ഗ്രൂപ്പ്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ വായിക്കുന്നത്, കമ്പൈൻ സ്റ്റഡി, ഒരുമിച്ച് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ പിയർ ഗ്രൂപ്പിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾ. ചിൽഡ്രൻ കൻ ലേൺ ആൻഡ് ഗ്രേറ്റ് ഐഡിയൽ അബൌട്ട് സോഷ്യൽ വേൾഡ് ത്രൂ റീഡിങ് ബുക്സ്. ബുക്ക് റീഡ് ചെയ്യുന്നത് അവരെന്തൊക്കെയോ അറിയുന്നുണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ട്. ആൻഡ് ലിസണിങ് ടു റേഡിയോ ആൻഡ് വാച്ചിങ് ടെലിവിഷൻ ഓർ ഫിലിംസ് ഓഫ് എക്സാമ്പിൾ ബുക്സ് ഓഫ് അബൌട്ട് ഹോം ആൻഡ് ഫാമിലി, അർബൻ ആൻഡ് റൂറൽ ലൈഫ്, occupation and people in different culture and nationalities and success story of, അതായത് നമ്മുടെ ഒക്കുപ്പേഷനെ പറ്റി കുട്ടികൾ തമ്മിൽ പിയർ ഗ്രൂപ്പ്സ്, അതായത് കൂട്ടുകാർ തമ്മിൽ അവർ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ ഒക്കുപ്പേഷനെ പറ്റി പറയും, സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യും. പിന്നെ ആൻഡ് വാച്ചിങ് ടെലിവിഷൻ ഓഫ് ഫിലിംസ്, അതായത് ഏതെങ്കിലും ടെലിവിഷൻ വാച്ച് ചെയ്ത ഫിലിംസിനെ പറ്റി അവർ അഭിപ്രായം പറയും. അവർക്ക് ഇഷ്ടപ്പെട്ട ഫിലിംസ് ഇതാണ്, നിങ്ങൾ കാണാൻ പോയത്, നമ്മൾ കാണാൻ പോയി, അവിടെ ആക്ടേഴ്സിനെ പറ്റി അവർ പറയും. അങ്ങനെ പലതരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് പിയർ ഗ്രൂപ്പിലൂടെയാണ്. ഇതിലൂടെ അവർക്ക് ഗുണങ്ങളും കിട്ടും, എന്തും കിട്ടും, നെഗറ്റീവായിട്ടുള്ള സ്വഭാവ ഗുണം, പോസിറ്റീവായിട്ടുള്ള സ്വഭാവ ഗുണം എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവർക്ക് അത് കിട്ടും. അതായത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തരത്തിലുള്ള പിയർ ഗ്രൂപ്പ്സ് ആണ്. ത്രൂ ദ സിഗ്നിഫിക്കൻറ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഈസ് പ്രോസസ് ഡീൽസ് ഇൻഡിവിജ്വൽ ടു തിങ്ക്, ടു ഫീൽ ആൻഡ് ബിഹേവ്. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ, അതായത് എന്താണ് ഐഡന്റിഫിക്കേഷൻ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? തിങ്ക് ചെയ്യാനും ബിഹേവ് ചെയ്യാനും, ബിഹേവിയർ അതായത് സ്വഭാവം ആർജിച്ചെടുക്കാനും, ഗുഡ് മാനേഴ്സ് കിട്ടാനും, എല്ലാത്തിനും എന്താണ് അതിനൊരു പ്രാധാന്യം തന്നെയുണ്ട്. അതൊക്കെ എന്തിൽ മിസ് വായിക്കുന്നത് ശ്രദ്ധിക്കാം. ഐഡന്റിഫിക്കേഷൻ ഈസ് പ്രോസസ് ദാറ്റ് ലീഡ്സ് ആൻ ഇൻഡിവിജ്വൽ ടു തിങ്ക്, ടു ഫീൽ ആൻഡ് ബിഹേവ് ആസ് എ ത്രൂ ഓഫ് ഷിയർ പ്രോസസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഓഫ് അതർ പേഴ്സൺ കോൾഡ് മോഡൽ ഓഫ് ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, അതായത് ഒരു കുട്ടി ചിന്തിച്ച് ഫീലാക്കി, ആ കുട്ടിക്ക് ഫീൽ ചെയ്ത് ആ കുട്ടി അത് ബിഹേവ് ആക്കി മാറ്റി, സ്വഭാവത്തിലേക്ക് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് അവൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആക്കി മാറ്റിയെടുത്തുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ആ ഒരു സിഗ്നിഫിക്കൻ്റ് ഓഫ് അതർ പേഴ്സൺ, മറ്റുള്ള എല്ലാവരെയും പ്രാധാന്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആ ഒരു
ഇമ്പോർട്ടൻ്റ് എന്തെന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയും റോൾ ഓഫ് നൈബർഹുഡ് ആൻഡ് പിയേഴ്സ് ആണ്. റോൾ ഓഫ് നൈബർഹുഡ് യു നോ ദാറ്റ് ഇൻഡിവിജ്വൽസ് ഗ്രോ ഓൾഡർ ദെയർ സോഷ്യൽ വേൾഡ് എക്സ്പാൻഡ്സ്. ഗ്രോ ഓൾഡർ, ഓരോ കുട്ടി വലുതാവും തോറും ആ കുട്ടിയുടെ സമൂഹം അങ്ങനെ കൂടി വരികയാണ് അല്ലേ. അവർ അനുഭവിക്കുന്നതും കാണുന്നതും കാഴ്ചപ്പാടുകളെല്ലാം വർദ്ധിച്ചു വരികയാണ്. ദ ബിഗിൻ ഓഫ് ലുക്ക് ഔട്ട്സൈഡ് ദെയർ ഹോംസ് ടുവേർഡ്, അതായത് അവരെ വീടിന് പുറത്തിറങ്ങിയാൽ അവരുടെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. The neighborhood is where individuals spend most of their time besides their homes of school. The meaning of more important is characterized by social similarities and individuals with change in their interest comes to increasing desire to be with peer and outside home. Becoming and socialized is one of the major developmental tasks. Children become members of their peer groups. Okay, the children become members of the peer group. ഈ കുട്ടികൾ വീട്ടിലെ കുട്ടികളാണെങ്കിലും അവരുടെ പിയർ ഗ്രൂപ്പിൽ അവരെന്താണ്, അതിലൊരു മെമ്പറാണ്. വിച്ച് ഗ്രാജുവലി റെഡ്യൂസ് ദ ഫാമിലി ഇൻഫ്ലുവൻസ് ഓഫ് ദെയർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. ഫാമിലി തന്നെയാണ് അവിടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കുന്നതും ആറ്റിറ്റ്യൂഡ് മാറ്റുന്നതും ആറ്റിറ്റ്യൂഡ് മാറാതെ അതേപോലെ എല്ലാത്തിനും കാരണം ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഓരോരോ ഗുണങ്ങളാണെന്ന് പറയുന്നത്. ഇറ്റ്സ് സീൻ ഓഫ് ജനറലി ഓഫ് ട്രഡീഷൻസ്, കസ്റ്റംസ്, നോൺസ് ആൻഡ് റിലേഷൻഷിപ്പ്. അവരുടെ ട്രഡീഷൻ, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നെല്ലാം കുട്ടികൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു കേട്ടോ. നെക്സ്റ്റ് ദ ഫസ്റ്റ് ലേണിംഗ് പ്ലേസ് ഹോം ആണെന്ന് പറഞ്ഞു. ദ ഫസ്റ്റ് ലേണിംഗ് പ്ലേസ് എന്താണ്? ഹോമാണ്. ഹോം ആണ്, വീടാണ്. ദ family is the basic social unit in the society. Whatever to learn for our family becomes our value system, forms and perception of basis actions is the individual known as by her action, and the family home of environment influence in individual learning throughout the life and kind of experience. Pleasant and unpleasant, pleasant ആയാലും അൺപ്ലസന്റ് ആയാലും, സന്തോഷമാണ് സന്തോഷമല്ലാത്തതും പല എക്സ്പീരിയൻസും ഉണ്ടാവുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഷേപ്പ് ആൻഡ് ചൈൽഡ് പേഴ്സണാലിറ്റി ആൻഡ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ദ ബേസിക് പ്രീ റിക്വസൈറ്റ്സ് ഓഫ് ഡെവലപ്പിംഗ് ഇൻക്ലൂഡിംഗ് ലേണിംഗ് ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ഓഫ് ഹോം ബിക്കംസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടറും കൂടിയാണ്. അത് നിർണായകമായൊരു സ്വാധീനം. ഇറ്റ് ഈസ് ദ ഇൻഫ്ലുവൻസ് എന്നല്ല പറയുന്നത്, ക്രിട്ടിക്കൽ ഇൻഫ്ലുവൻസ്, നിർണായകമായി സ്വാധീനിക്കുന്ന ഘടകമാണ് ഹോം. Next, learning socio-emotional and cognitive behavior. Okay, children learn many of the socio-emotional cognitive behavior through observing of imitating people who are significant of them, such as parents, children, often their parents' fears, bases and values from parents. Okay, value system, അതായത് വാല്യൂ കാണുന്നത് പാരൻസ് റിലേറ്റഡ് ആണ്. വാല്യൂ സിസ്റ്റം arises within various socialization structure. Okay, value system arises within various socialization structure. സാമൂഹീകരണത്തിൽ നിന്നും കിട്ടുന്ന എന്താണ് സ്ട്രക്ചർ, ഘടന, അതൊരു കുട്ടിയെ വല്ലാതെ സ്വാധീനിക്കുന്നു. Symbolic values are transmitted in a cultural process of agencies of socialization. Okay, then influence of social and emotional, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഭാഗമാണ്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവുകയാണ് നമ്മൾ. Next paragraph. സ്കൂൾ ആൻഡ് പിയർ ഗ്രൂപ്പിൽ വരുന്ന നെക്സ്റ്റ് പാരഗ്രാഫ് എന്ന പിയർ ഗ്രൂപ്പ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ടേം പിയർ ഈസ് അവർ കണ്ടക്ട്സ് മീൻസ് എ പേഴ്സൺ ഹു ഈസ് ഈക്വൽ ടു അനദർ ഇൻ എബിലിറ്റീസ്, ക്വാളിഫിക്കേഷൻ, ഏജ്, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ്. ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ ക്വാളിഫിക്കേഷൻ പ്രകാരവും ഏജ് പ്രകാരവും ബാക്ക്ഗ്രൗണ്ട് പ്രകാരവും സോഷ്യൽ സ്റ്റാറ്റസ് പ്രകാരവും എബിലിറ്റീസ് പ്രകാരം ഒത്തുകൂടുക. എ ടേം പിയർ ഈസ് അവർ കോണ്ടക്സ്റ്റ് മീൻസ് പേഴ്സൺ ഹു ഈസ് ഈക്വൽ ടു അനദർ ഇൻ എബിലിറ്റീസ്, qualification, age, background and social status. That is called peer group. Okay, peer evolution. So first year the office continues as children became increasingly sociable ആവുക, സാമൂഹ്യ ജീവിയായി മാറുന്നതിന് പല പെട്ടെന്നില്ല ഓരോ ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, പിയർ റിലേഷൻസ് ഡെവലപ്പ് എ ഗ്രേറ്റ് ഡീൽ ഡ്യൂറിങ് ദ പ്രീ സ്കൂൾ ഏജ് സ്കൂൾ. അത് കുഞ്ഞു സ്കൂൾ മുതലേ വരുന്ന ഫ്രണ്ട്ഷിപ്പാണ് പിന്നീട് എന്തായി മാറുന്നത് ആ ഒരു പിയർ ഗ്രൂപ്പിലേക്ക് എത്താനുള്ള കാരണം.
Then peer relationship play an important formative role in the development of their character. Okay, children learn to egos and interests. അതായത് ഓരോ ചിൽഡ്രൻസ് അവൻ്റെ ഇൻട്രസ്റ്റിന് ഓരോരുത്തർ ഓരോ ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് വർത്താനം പറയുന്ന ആൾക്കാർ പെട്ടെന്ന് കൂട്ടാവും. ഓരോരോ മാനേഴ്സ് അനുസരിച്ചുള്ള കൂട്ടുകാരാണ് പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്നതെന്നാണ് പറയുന്നത് പിയർ ഗ്രൂപ്പിൽ. ഓക്കെ, നെക്സ്റ്റ് എ സ്ട്രോങ് ബിലീഫ് സ്ട്രക്ചർ, എ ക്ലിയർ സിസ്റ്റം ഓഫ് റൂൾ, a peer group and their influence. അതായത് the peer group influence of Webster dictionary means contemporaries of the same an unexpected definition of term peer group is a group of people approximately the same age, same social status and same interest. നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്തത്. പിന്നെ വാല്യൂ ഡെവലപ്മെന്റ് ഓഫ് ത്രൂ പിയേഴ്സ്, വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ, അതായത് there is a common perception that peer group behavior of children, especially adolescents. അറിയാലോ അഡോളസെൻസ് എന്നുള്ള പ്രത്യേക ഒരു കൗമാരകാലത്തെ കാര്യങ്ങൾ. ദ നെസസറി ആൻഡ് ദ സക്സസ്ഫുൾ റൗണ്ട് ഓഫ് ഡെവലപ്മെന്റ്, ദ പിയർ ഗ്രൂപ്പ് ഈസ് സോഴ്സ് ഓഫ് അഫെക്ഷൻ ആൻഡ് അച്ചീവിംഗ് ദ ടു പ്രൈമറി developmental task of children. Firstly, finding the except from parents. While young people often find these needs, the peer group encourages autonomy and mutuality and experimentation with a self-guided roles. അവർ പരസ്പരം പല കാര്യങ്ങളും ഷെയർ ചെയ്യും. ഗോൾസ്, അവർക്ക് നേടേണ്ട ലക്ഷ്യങ്ങൾ, അവർ ഏത് റൂട്ടിലൂടെ സഞ്ചരിക്കണം, എന്തൊക്കെ പഠിക്കണം, അതെല്ലാം അവർ പിയർ ഗ്രൂപ്പ്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു. എ ചിൽഡ്രൻ സ്പെൻഡ് ദെയർ ടൈം എവേ ഫ്രം ഹോം, അവർ സ്പെൻഡ് ചെയ്യുക ടൈം എവേ ഫ്രം ഹോം. അവർ ഈ പിയർ ഗ്രൂപ്പ്സ് കാണുന്നത് ഹോമിൽ നിന്ന് മാത്രമല്ല, അവർ പുറത്തുനിന്നും അവർ കാണുന്നുണ്ട്. peer pressure can be positive and the peer help in changing the person for the better. Okay, next the include values of through the school and peers. Okay, സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. It should be try to reach and common echoes with staff and children should have to opportunity of participating in all activities. സ്മോൾ ഗ്രൂപ്പുകളിലാണ് ചിൽഡ്രൻസ് അവനവൻ്റെ കഴിവിനെ പറ്റി ബോധവാന്മാരാവുന്നതും അവർ ചില ആക്ടിവിറ്റീസിലേക്ക് പോകുന്നതും, അല്ലേ, എന്തെങ്കിലും പരിപാടിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ പോകുന്ന ചെറിയ കുഞ്ഞു പരിപാടികളിലാണ്. The school should encourage a sense of responsibility all of the level of responsibility of actions. അത് സ്കൂളുകളിൽ നിന്നാണ് കുട്ടികളെ ഓരോ ആക്ടിവിറ്റീസിലേക്ക് പങ്കെടുപ്പിക്കുന്നതും അവരുടെ കഴിവുകൾ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരുന്നതും. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികളുടെ, അതാണ് നമ്മൾ ഈ റോൾ ഓഫ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് വാല്യൂസ്. അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തേക്ക് വരുന്ന സ്കൂളുകളിൽ അത് ടീച്ചേഴ്സാണ് ആ സ്കൂൾ അവരുടെ കഴിവുകൾ പുറത്തേക്ക് എടുക്കുന്നതും അവരോട് സംസാരിക്കുന്നതും. ഇറ്റ് ഷുഡ് ബി ട്രൈ ടു റീച്ച് ദ common in which staff and students have worked out. The children should have to opportunity to participate in all activities in small group. The school should encourage a sense of responsibility in all levels and responsibility of action, contribution of their work. And next, the school should maintain a system of guidance and counseling. നമുക്കറിയാം ഓരോ സ്കൂളിലും കൗൺസിലിംഗ് ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ പെർമനൻറ്റ് സ്റ്റാഫായിട്ട് തന്നെ പണ്ടൊന്നും ആരില്ല, കൗൺസിലിംഗ് ടീച്ചേഴ്സൊന്നും ഇല്ലായിരുന്നു. പണ്ടൊന്നും ഇത്ര വൈഡല്ല, ഉണ്ടെങ്കിലും ആർക്കും അറിയില്ലായിരുന്നു. മിസ്സൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ അങ്ങനത്തെ കൗൺസിലിംഗ് ടീച്ചർ ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല എന്നല്ല, അങ്ങനത്തെ ഒരു പോസ്റ്റ് ഉണ്ടോ എന്നും അറിയില്ല. ഇപ്പോൾ പക്ഷേ എന്താണ്, ദ സ്കൂൾ ഷുഡ് മെയിൻറ്റെയിൻ നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് എ സിസ്റ്റം ഓഫ് ഗൈഡൻസ്. എന്തിൻ്റെ ഗൈഡൻസ് ഓഫ് കൗൺസിലിങ്ങിന് ഒരു ഗൈഡൻസ് തന്നെ കൊടുക്കുന്നുണ്ട് സ്കൂൾ. ഇപ്പോൾ പണ്ടൊക്കെ അംഗൻവാടികളിൽ നിന്നൊക്കെയാണ് ഗൈഡൻസ്, കൗമാര ക്ലാസ് ഒക്കെ കിട്ടുന്ന അംഗൻവാടി. എപ്പോഴും അംഗൻവാടികളിലൂടെയാണ് കൗമാര ക്ലാസ്സും കാര്യങ്ങൾ. ഇപ്പോൾ എന്താണ്, സ്കൂളിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവർക്ക് ഡിസ്കസ് ചെയ്യാൻ ഒരു ടീച്ചറും ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കൗൺസിലിംഗ് ചെയ്യാനും ആ ഒരു പ്രശ്നത്തിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും കുറേ വഴികളും പിന്നെന്താ ഓപ്പർച്യൂണിറ്റീസും. കുട്ടികൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ വിഷമങ്ങൾ ഒറ്റയ്ക്ക് താങ്ങി മുന്നോട്ട് പോകേണ്ട, അവർക്ക് ഷെയർ ചെയ്യാൻ ടീച്ചേഴ്സ് ഉണ്ട്, കൗൺസിലിംഗ് ചെയ്യാൻ അതിന് ടീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനും അതിനൊക്കെ റിസൾട്ട് ഉണ്ടാക്കാനും പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കാനും ഗൈഡ് ചെയ്യാനും എല്ലാത്തിനും ഇപ്പോൾ സ്കൂളിൽ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഇതിലുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇതിലുള്ളൊരു പോയിന്റ് പഠിക്കാനുള്ളത്
the necessary of plan of action. Identify the school if your neighborhood who are willing to join any school and program to involve their senior students to conduct a survey of local needs. അതായത് കുട്ടികളെ കൊണ്ട് തന്നെ ടീച്ചേഴ്സ് സർവേ എടുപ്പിക്കുന്നത് പോലെ ഇപ്പോഴെപ്പോഴും നമുക്ക് ദിനംപ്രതി കാണാവുന്നതാണ്. കാരണം പണ്ടത്തെ പഠന രീതിയല്ല, ഇപ്പോൾ എന്ത് ചെയ്യാൻ അത് സർവേ മോഡലും അങ്ങനെ കാര്യങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സ്കൂൾ. അതുകൊണ്ട് തന്നെ സ്കൂൾ നല്ലൊരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. കൗൺസിലർ ടീച്ചേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും നമ്മളെ സ്കൂളുകളിലുണ്ട്. അത് സ്കൂൾ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് നമുക്ക് അറിയാം.